ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കാലാവസ്ഥാ വ്യതിയാനവും തീരദേശ പരിസ്ഥിതി വെല്ലുവിളികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂരിലെ പുഴയോരങ്ങളിൽ കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ ശക്തമായ പ്രതിരോധ മതിലായി മാറുകയാണ്. ജൈവ വൈവിധ്യത്തിന്റെ കലവറയും തീരസംരക്ഷണത്തിന്റെ പ്രകൃതിദത്ത സംവിധാനവുമായ ഈ കണ്ടൽ വനങ്ങൾ പ്രദേശത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. കനോലിക്കനാലിന്റെയും സമീപ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽക്കാടുകൾ നിരവധി മത്സ്യങ്ങളുടെയും ചെമ്മീനുകളുടെയും ഞണ്ടുകളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കുടിയേറ്റ പക്ഷികളടക്കം വിവിധ പക്ഷിവർഗങ്ങൾക്കും ഇവ സുരക്ഷിത ആവാസ വ്യവസ്ഥയൊരുക്കുന്നു. തീരശോഷണം കുറയ്ക്കുന്നതിലും വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം നിയന്ത്രിക്കുന്നതിലും കണ്ടൽക്കാടുകൾ വലിയ പങ്ക് വഹിക്കുന്നതായി പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഗുണപരമായിട്ട് വരാനിരിക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതിന് ജനങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുറ്റിച്ചെടിയും കുറ്റിക്കാടൊക്കെയാണ്. പക്ഷേ ഈ കണ്ടൽക്കാടിൻ്റെ പ്രാധാന്യവും അതുപോലെ പ്രസക്തിയും തിരിച്ചറിയുമ്പോഴാണ് ഇത് എത്ര വലിയ സേവനമാണ് നമ്മുടെ നാടിന് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൻ്റെ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയൊക്കെ നിലനിർത്തി പോകേണ്ടത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറെ പ്രയോജനം ചെയ്യും. ഇതിൻ്റെ മണ്ണൊലിപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ കിളികളും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ കൂടുകൂട്ടാനും ഇതിൻ്റെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനൊക്കെ ഇത് ഏറെ പ്രയോജനം ചെയ്യും. ഈ കണ്ടൽക്കാടൊക്കെ നിലനിർത്തി പോകാൻ പറ്റുന്ന പദ്ധതികളൊക്കെ അധികാരികൾ ആവിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ കൊടുങ്ങല്ലൂരിന്റെ ഈ ഹരിത സമ്പത്ത് കൂടുതൽ സംരക്ഷിക്കുകയും വരും തലമുറകൾക്കായി നിലനിർത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കണ്ടൽക്കാടുകൾ ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതിയോടൊപ്പം നിലനിൽക്കുന്ന വികസനത്തിന്റെ മികച്ച മാതൃകയായി കൊടുങ്ങല്ലൂരിലെ പുഴയോരങ്ങളിലെ കണ്ടൽ വനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.